നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനാചരണം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. മേലുകാവുമറ്റം CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ 43ാം കൺവെൻഷൻ ഫെബ്രുവരി 1 മുതൽ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധിയുടെ നാമധേയം വരെ ഭയപ്പെടുന്ന ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് കരിമണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ സദസ്സ് സംഘടിപ്പിച്ചു. സമ്മേളനം CITU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി അറക്കുളത്ത് തൊഴിലുറപ്പ് സൈറ്റിൽ ഗാന്ധി ചിത്രമുയർത്തി പ്രതിഷേധിച്ചു. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനാചരണം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധിജി അനുസ്മരണവും നടന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനാചരണം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിന്റെ ഉദ്ഘാടനം KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് നിർവഹിച്ചു. രാജ്യമെമ്പാടുമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളും ദേശസ്നേഹികളായിട്ടുള്ള ജനതയും ആചരിക്കുന്നത് മഹാത്മജിയെ സംബന്ധിച്ച് അദ്ദേഹം രക്തസാക്ഷിത്വം മരിച്ചിട്ട് 28 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവനകൾ, അദ്ദേഹം ഉയർത്തിയ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും ഏറെ ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയുമാണ് ഇന്ന് നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലോകത്ത് ഒരുപക്ഷെ തോക്കിൻകുഴലിലൂടെ അല്ലാതെ വിപ്ലവത്തിലൂടെ അല്ലാതെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഷാഹുൽ മങ്ങാട്ട്, CS മഹേഷ്, S ഷാജഹാൻ, റഷീദ് കാപ്രട്ടിൽ, അഡ്വക്കേറ്റ് സണ്ണി മാത്യു, സാബു വടശ്ശേരി, ഷാജഹാൻ, VG സന്തോഷ് കുമാർ, സെബാസ്റ്റ്യൻ മാത്യു, AK സുഭാഷ് കുമാർ, KM ജോസഫ്, KG സജിമോൻ, ഷെരീഫ് പാലമല, PA അഷ്റഫ്, ജെയ്സൺ ജോർജ് തുടങ്ങിയവർ ഗാന്ധിജിയെ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മേലുകാവുമറ്റം CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ 43ാം കൺവെൻഷൻ ഫെബ്രുവരി 1 മുതൽ 8 വരെ ചാലമറ്റം ബേക്കർഡെയിൽ MD CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 1-ന് CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ജോസ് ജോർജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സമാപന യോഗം 8-ന് CSI കൊച്ചിൻ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ ഉദ്ഘാടനം ചെയ്യും. മേലുകാവുമറ്റം CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ 43ാമത് കൺവെൻഷൻ ഫെബ്രുവരി 1 മുതൽ 8 വരെ ചാലമറ്റം ബേക്കർഡെയിൽ MD CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. കൺവെൻഷൻ യോഗങ്ങളുടെ ഉദ്ഘാടനം ഫെബ്രുവരി 1-ന് വൈകിട്ട് 6 മണിക്ക് CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ജോസ് ജോർജ് നിർവഹിക്കും. ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പും CSI ഡെപ്യൂട്ടി മോഡറേറ്ററുമായ റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനി അധ്യക്ഷത വഹിക്കും. ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ KG ഡാനിയൽ തിരുമേനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമാപന യോഗം 8-ന് വൈകിട്ട് 6 മണിക്ക് CSI കൊച്ചിൻ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ തിരുമേനി ഉദ്ഘാടനം ചെയ്യും. 10-നും 2-നും വൈകുന്നേരം 6 മണിക്കും 3 മീറ്റിങ്ങുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 22 മീറ്റിങ്ങുകളിൽ വചനപ്രഘോഷണം നടക്കും. വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള
സുവിശേഷ പ്രസംഗകരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായിട്ടും റവർ ഡോക്ടർ PP തോമസ് മർത്തോമാ സഭയിൽ നിന്നും റവർ റോബി വർഗീസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നിന്നുള്ള വേദിയിലാണ്. റവർ DS അരുൺ CSI സൗത്ത് കേരള മഹാനഗരിൽ നിന്നുള്ള വേദിയിലാണ്. ശ്രീമതി സമ്പത്ത് വർഗീസ്, മിഷൻസ് ഇന്ത്യയുടെ ഡയറക്ടർ ശ്രീ ജോർജ് ചെറിയ, ശ്രീമതി മർലിൻ T. മാത്യു, ശ്രീ കോശി ജോൺസൺ മിഷൻസ് ഇന്ത്യ തുടങ്ങിയവരാണ് പ്രസംഗകരായി എത്തുന്നത്. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി പ്രത്യേക മീറ്റിങ്ങുകൾ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും ആരാധനകൾ അതായത് ഞങ്ങൾക്ക് 9 സഭാജില്ല കേന്ദ്രീകരിച്ചുള്ള ആരാധനകളാണ് നടത്തുന്നത്. അവിടെയുള്ള ആളുകളെല്ലാം എത്തിച്ചേരുകയും ചെയ്യും. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ പ്രത്യേകിച്ച് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനെ കുറിച്ച്, അതുപോലെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തെക്കുറിച്ച്, അതിൻ്റെ തെറ്റായ ഉപയോഗത്തെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകളും പഠനങ്ങളും ഉണ്ടാവും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വൈദിക സെക്രട്ടറി റവറൻ TJ ബിജോയ്, പബ്ലിസിറ്റി കൺവീനർ റവറൻ രാജേഷ് പത്രോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹാത്മാഗാന്ധിയുടെ നാമധേയം വരെ ഭയപ്പെടുന്ന ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് കരിമണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് TK നാസർ അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകരും മഹാത്മാഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. മഹാത്മാഗാന്ധിയുടെ നാമധേയം വരെ ഭയപ്പെടുന്ന ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും രേഖകളിൽ നിന്ന് മാറ്റിയാലും ജനകോടികളുടെ മനസ്സിൽ കുടികൊള്ളുന്ന നാമധേയമാണ് മഹാത്മാവെന്നും കേന്ദ്ര ഗവൺമെന്റ് തിരിച്ചറിയണമെന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ മനോജ് കോക്കാട്ട് പറഞ്ഞു. കരിമണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ മുതൽ വീട്ടിലെ തന്റെ സൃഷ്ടിക്ക് കാരണഭൂതമായ മാതാപിതാക്കന്മാർ കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ ദേശീയ നേതാവിനെ, രാഷ്ട്രപിതാവിനെ മനസ്സിന്റെ ഉള്ളിൽ കോണുകളിൽ സ്ഥിരപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നാമധേയത്തെ നിഷ്പ്രഭമാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗം എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് TK നാസർ അധ്യക്ഷത വഹിച്ചു. ജോൺ നെടിയപാല, ജോളി അഗസ്റ്റിൻ, സിബി കുഴിക്കാട്ട്, ജോസ് ഊരക്കാട്ട്, അബ്ദുൾ കരീം, PS സെബാസ്റ്റ്യൻ, AN ദിലീപ് കുമാർ, ജോർജ് ചാലാശ്ശേരി, PP ജോസ്, ടോമി മാത്യു, ശിവൻകുട്ടി, സിജി, രാജു കുര്യൻ, ഗൗരി, റീന സോജൻ, ഷൈനി ബിനോയ്, ജെസി, ജോജോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മഹാത്മാഗാന്ധി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. സർവേ ഓഫീസ് ടെക്നിക്കൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം നടത്തി. സംഘടനയുടെ 38ാം ഇടുക്കി ജില്ലാ സമ്മേളനമാണ് തൊടുപുഴ VR ബീനാമോൾ എംപ്ലോയീസ് ഹാളിൽ സംഘടിപ്പിച്ചത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S ബിജു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സർവേ ഭൂരേഖ വകുപ്പുകളിലെ ഓഫീസ് വിഭാഗം ജീവനക്കാരുടെ സംഘടനയായ സർവേ ഓഫീസ് ടെക്നിക്കൽ എംപ്ലോയീസ് യൂണിയൻ 38ാം ജില്ലാ സമ്മേളനം തൊടുപുഴ VR ബീനാമോൾ എംപ്ലോയീസ് ഹാളിൽ ചേർന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ വിജയിപ്പിക്കുന്നതിൽ ഓഫീസ് വിഭാഗം ജീവനക്കാരായ ഡ്രാഫ്റ്റ്സ്മാൻമാരുടെ പങ്ക് പ്രശംസനീയമാണ്. എന്നാൽ ജീവനക്കാരുടെ അഭാവത്തിലും നിലവിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് അധിക ഭാരം നിലനിൽക്കുന്നതായും അടിയന്തരമായി ജില്ലയിലേക്ക് പുതിയ ഡ്രാഫ്റ്റ്സ്മാൻമാരെ കൂടി നിയമിക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. ചൈനയും അടക്കമുള്ള 2 രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് അത്തരത്തിൽ അതിദാരിദ്ര്യ ലഘൂകരണം ഇല്ലാത്ത പ്രദേശമായി മാറിയത്. അപ്പൊ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് എത്ര വലുതായിരുന്നു, അതിന്റെ അർത്ഥം എത്രമാത്രം അതിന് നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുഴുവൻ മേഖലകളും എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം, മുന്നോട്ട് പോകാത്ത ഒരു മേഖലയും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടില്ല. റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് നമ്പർ 1 ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ റോഡ് വികസനം നടപ്പിലാക്കിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. നാഷണൽ ഹൈവേ അടക്കമുള്ള എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും ഇങ്ങനെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ മലയോര പാതകളിൽ ഉൾപ്പെടെ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതേവരെ നമുക്ക് കാണുവാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങളാണ് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യാഥാർത്ഥ്യമായി. സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് S ബിജു ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി S അരുൺ സംഘടനാ റിപ്പോർട്ടും സർവേ ഓഫീസ് ടെക്നിക്കൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി TS അനൂപ് പ്രവർത്തന റിപ്പോർട്ടും
ജില്ലാ ഖജാൻജി എം സ്നേഹ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ആർ ബിജുമോൻ, ജില്ലാ പ്രസിഡന്റ് KS രാകേഷ്, വൈസ് പ്രസിഡന്റ് VM ഷൗക്കത്തലി, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് നിസാർ, സർവേ ഓഫീസർമാരായ ടെക്നിക്കൽ എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന ട്രഷറർ S ഷാൻ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സുലഭാവി, ഷാനവാസ് ഖാൻ, ജോമോൻ ജോർജ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും അനൂപ് TS സെക്രട്ടറിയായും ഷാൻ KV, രഞ്ജിത്ത് R എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും സ്നേഹ M ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ആരോഗ്യ മേഖലയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ തൊടുപുഴ അടിമാലി ഏരിയ സംയുക്തമായി പൊതുജനാരോഗ്യ സദസ്സ് സംഘടിപ്പിച്ചു. സമ്മേളനം CITU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS ശൈല അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ മേഖലയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ തൊടുപുഴ അടിമാലി ഏരിയ സംയുക്തമായി പൊതുജനാരോഗ്യ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KS ശൈല അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CITU ജില്ലാ പ്രസിഡന്റ് TR സോമൻ നിർവഹിച്ചു. ഞങ്ങളെ എതിർത്തുള്ളൂ, പക്ഷെ നാടിനെ എതിർക്കരുത്. ഒരുപക്ഷെ കേരളം ഒഴിച്ച് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഭരണപക്ഷം പ്രതിപക്ഷം, ഭരണപക്ഷത്തിന്റെ നടപടികളെ എതിർക്കലാണ് പ്രതിപക്ഷം. അത് ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന് വലിയ റോളുണ്ട്. എന്തിനാണ്? ഭരണത്തെ നേരായി കൊണ്ടുപോകാൻ അവരുടെ വീഴ്ചകൾ തുറന്ന് ചൂണ്ടിക്കാണിക്കുകയും എതിർക്കുകയും ചെയ്യുക എന്നതാണ്. പ്രതിപക്ഷം ജനാധിപത്യ പ്രക്രിയയിലാണ് ഈ സംവിധാനം നിലനിൽക്കുന്നത്. എന്നാൽ നാടിന്റെ പൊതു ആവശ്യം വരുമ്പോ എല്ലാവരും ഒന്നിച്ചു നിൽക്കണ്ടേ? ഇപ്പൊ കേരളത്തിൽ ഒഴിച്ച് എവിടെയും സംസ്ഥാനത്തിനൊരു നേട്ടമുണ്ടായാൽ എല്ലാവരും അതിൽ അഭിമാനം കൊള്ളും. സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിച്ചാൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കും വാങ്ങാൻ വേണ്ടി. കേരളത്തിലോ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ നിഷേധിക്കുമ്പോ പ്രതിപക്ഷം അവർ പറയുന്നത് എന്താണ്? അത് ശരിയാണ്. അത് വാങ്ങിയെടുക്കുന്നതിന് ഇവിടുത്തെ ഗവൺമെന്റിന്റെ കഴിവുകേടാണ്. അതിനും കുറ്റം ഗവൺമെന്റിനാണ്. എത്രയോ വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് പുറമ്പോക്കിലൊന്നും കിടക്കുന്നവരൊന്നുമല്ല മലയാളികൾ. കേരളത്തിലെ ജനങ്ങൾ പുറമ്പോക്കുകാരൊന്നുമല്ല. നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR രജനി, FSCTO ജില്ലാ കമ്മിറ്റി അംഗം, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന K പ്രസുബകുമാർ, ഹരിദാസ് എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CK സീമ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം PK ഷീമോൾ കൃതജ്ഞതയും രേഖപ്പെടുത്തി. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളും വർഗ ബഹുജന സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ 2026 ഉത്സവത്തോടനുബന്ധിച്ച് കൂപ്പൺ വിതരണ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ആദ്യ കൂപ്പൺ തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിദഗ്ധൻ ഡോക്ടർ ശ്രീജിത്തിന് നൽകിക്കൊണ്ട് തൃക്കാരിയൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, കാരിക്കോട് സബ് ഗ്രൂപ്പ് ഓഫീസർ എന്നിവർ ചേർന്ന് കൂപ്പൺ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം T അജിത് കുമാർ, ഗ്രൂപ്പ് സെക്രട്ടറി അനന്തകൃഷ്ണൻ, രഘു എന്നിവർ ഉത്സവ സംഭാവന നൽകി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുവെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് K പോലോസ്. പദ്ധതിയുടെ പേര് മാറ്റിയത് മൂലം മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി അറക്കുളത്ത് തൊഴിലുറപ്പ് സൈറ്റിൽ ഗാന്ധി ചിത്രം ഉയർത്തി നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി. ലോകത്തിലെ അതിബൃഹത്തവും ഫലപ്രദവുമായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുന്നതെന്ന് KPCC വൈസ് പ്രസിഡന്റ് റോയ് K പോലോസ്. പദ്ധതിയുടെ പേര് മാറ്റിയത് മൂലം മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതകളിലേക്ക് പദ്ധതി എത്തിച്ചിരിക്കുന്നത് ഈ പദ്ധതി ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമാണ്. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡായ ഇന്റർമീഡിയറ്റിലെ തൊഴിലുറപ്പ്
പഞ്ചായത്തിൽ സംഘടിപ്പിച്ച തൊഴിലിടങ്ങളിൽ ഗാന്ധി ചിത്രമുയർത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഇക്കാര്യങ്ങൾ റോയ് കെ പോലോസ് പറഞ്ഞത്. മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്ന സമര പോരാട്ടങ്ങളാണ്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാത്മജിയെ ഒരു BJP ഗവൺമെന്റിന്റെ ഒരു സർക്കാർ ഉത്തരവിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ കഴിയില്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു പരിപാടിയായി, സമര പരിപാടിയായി ഇന്നത്തെ ഈ സമര പരിപാടിയെ നമുക്ക് മാറ്റണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഔപചാരികമായി ഈ സമര പോരാട്ടം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ ചെയർമാൻ ജോർജ് ജോൺ, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, GF അഞ്ചാനി, TJ പീറ്റർ, SG സുദർശൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VC മണിയമ്മ, KS വിനോദ്, ബിജു കാനാടൻ, MK അനിൽകുമാർ, PD പുഷ്പൻ, ലിസി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്റ്റീഫൻ ജോർജ്, മാത്യു സെബാസ്റ്റ്യൻ, നേതാക്കളായ MD ദേവദാസ്, ബിബിൻ ഈട്ടിക്കൽ, ശശി കടപ്പാക്കൽ, സാം സെബാസ്റ്റ്യൻ, ജോൺസൺ ജോസഫ്, അഡ്വക്കേറ്റ് എബനേസർ സാമുവൽ, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, രാമകൃഷ്ണൻ വൈക്കത്ത്, TA ബാബു, ലൂയിസ് MJ, ജെയിംസ് KJ, ജെയ്സൺ ജോസഫ്, PM ജോർജ്, ജോസ് ആലക്കാപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗാന്ധി ചിത്രമുയർത്തി പ്രതിഷേധിച്ചു. തുടർച്ചയായി 20 വർഷം ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഗാന്ധി ദർശൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രത്യേക ഉപഹാരം സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. ഓട്ടോ പോയിന്റ് കാർ ആക്സസറീസ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ വിമല പബ്ലിക് സ്കൂളിന് സമീപം വാഴപ്പിള്ളിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് കൗൺസിലർ PA ഷാഹുൽ ഹമീദ്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മികച്ച കാർ ആക്സസറീസ് ആണ് ഓട്ടോ പോയിന്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഓട്ടോ പോയിന്റ് കാർ ആക്സസറീസ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ വിമല പബ്ലിക് സ്കൂളിന് സമീപം വാഴപ്പിള്ളിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴക്കാരെ സംബന്ധിച്ച് ഇത് ഏറെ പ്രയോജനം ചെയ്യും. സ്വന്തമായി വാഹനമുള്ള ആളുകൾ നിരവധിയാണ്, നമുക്കറിയാം. അപ്പോൾ ഈ വാഹനങ്ങളിങ്ങനെ അമിതമായി തന്നെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കടകളുടെ ഒരു കുറവല്ല എങ്കിൽ പോലും കൂടുതൽ സൗകര്യത്തോടു കൂടിയുള്ള വാഹനങ്ങൾ ഇവിടെ സംബന്ധിച്ച് നമുക്ക് പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് ഇവിടെ. അത് ഏറ്റവും നല്ല രീതിയിൽ വിജയകരമായി മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വാർഡ് കൗൺസിലർ PA ഷാഹുൽ ഹമീദ്, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മികച്ച കാർ ആക്സസറീസ് ആണ് ഓട്ടോ പോയിന്റിൽ ഒരുക്കിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റംസ്, റൂഫ് റെയിൽസ്, സ്പീക്കേഴ്സ്, പ്രീമിയം മാറ്റ്സ്, ഡോർ ഡാമ്പിംഗ്, സ്റ്റിയറിംഗ് കവർ, സബ് വൂഫേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ബോഡി കിറ്റ്സ്, 360 ഡിഗ്രി ക്യാമറ, 360 ഡിഗ്രി ക്യാമറാസ്, സീറ്റ് കവർ, ഡാഷ് ക്യാമറാസ്, സൺ ഫിലിം, സ്പോയിലേഴ്സ്, അലോയ് വീൽസ്, ഫോക്ക് ലാംപ്സ്, വീൽ കപ്പ്, ഹോൺസ്, മൈക്രോഫൈബർ ക്ലോത്ത്, മിറർ ഹോൾഡിംഗ്, ഓൾട്ടർ മാർക്കറ്റ് പാർട്സ്, ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക്, LED ഹെഡ് ലാംപ്സ്, LED ടെയിൽ ലാംപ്സ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഓട്ടോ പോയിന്റ് കാർ ആക്സസറീസിൽ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഓട്ടോ പോയിന്റ് കാർ ആക്സസറീസ് എന്ന പേരിൽ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലാണ് നമ്മൾ പുതിയ കാർ ആക്സസറീസ് ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഷോപ്പിൽ നമുക്ക് ഒത്തിരി വെറൈറ്റി പ്രോഡക്റ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് വാഹനത്തിൽ ചെയ്യാവുന്ന പെർഫ്യൂംസ്, അതുപോലെ തന്നെ സ്പീക്കർ സെറ്റുകൾ, ആൻഡ്രോയിഡ് സിസ്റ്റം, 360 ക്യാമറാസ്, അതുപോലെ തന്നെ ഡാഷ് ക്യാം, 2K 4K അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ഫിറ്റിംഗ് ഉൾപ്പെടെ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സൺ ഫിലിം, അതുപോലെ തന്നെ സീറ്റ് കവർ, ബോഡി കിറ്റ്സ് അങ്ങനെയുള്ള എല്ലാ പാർട്സുകളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്ക് അർബാനിയ പോലുള്ള ട്രാവലർ വണ്ടിയുടെ ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബസ്സിൻ്റെ ഒക്കെ നമ്മൾ സൗണ്ട് വർക്ക്, സബ് വൂഫർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നതായിരിക്കും.
മോഹൻലാലിന്റെ ഹെലികോപ്റ്റർ എൻട്രി. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നുമാണ് ലാലേട്ടൻ ഹെലികോപ്റ്ററിൽ പറന്നുയർന്നത്. തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു. തുടരുമെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ ആരംഭിച്ചു. മോഹൻലാലിനെ കൂടാതെ മനോജ് കെ ജയൻ, ജഗദീഷ്, വിഷ്ണു ജി വാര്യർ, പ്രമോദ് എന്ന വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. ഒരു റിയലിസ്റ്റിക് ഇമോഷണൽ ത്രില്ലർ ഡ്രാമ ജേണലിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ ജീവിതത്തിലെ സംഭവബഹുലമായ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളാണ് ദൃശ്യവൽക്കരിക്കുന്നത്. മുട്ടം ഹെൽത്ത് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ് ഓട്ടോണമസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ച് വൈഫ് ഫോർ വെൽനസ് റേസ് ടു ഹെൽത്ത് പ്രോഗ്രാം നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആരോഗ്യ സന്ദേശ റാലി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി പി ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. മുട്ടം ഹെൽത്ത് ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ് ഓട്ടോണമസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ച് നടത്തിയ വൈഫ് ഫോർ വെൽനസ് റേസ് ടു ഹെൽത്ത് പ്രോഗ്രാം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകരമായിരിക്കുന്ന ഭക്ഷണം, പ്രായാനുസൃതമായിരിക്കുന്ന വ്യായാമം, ആരോഗ്യ പരിപാലനം, മികച്ച ഉറക്കം എന്നിവയിൽ ഒരു പൊതുജന സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഈ പദ്ധതിയിലൂടെ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് വസ്തുത. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. കേരളത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് തലങ്ങൾ വരെയുള്ള ആരോഗ്യ വകുപ്പ് ജീവനക്കാർ വിവിധങ്ങളായ പരിപാടികളോടുകൂടി തന്നെയാണ് ഈ പരിപാടിയെ വളരെ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആരോഗ്യ കേന്ദ്രങ്ങളിൽ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള രോഗ പരിശോധന ക്യാമ്പുകൾ നടത്തുന്നു. തൊഴിലിടങ്ങളിൽ സ്ക്രീനിങ്ങുകൾ നടത്തപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ മിടുക്കന്മാരായ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ മികച്ച രീതിയിൽ ഇതിൻ്റെ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം കേരളത്തിലെമ്പാടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മളും ഈ പരിപാടി വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്ലോക്ക് തലത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആരോഗ്യ സന്ദേശ റാലി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി പി ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അറക്കുളം PHC മുതൽ മൂലമറ്റം കോളേജ് വരെ തൊടുപുഴ ബ്ലോക്കിലെയും ഇടുക്കി ബ്ലോക്കിന് കീഴിലുള്ള അറക്കുളം, കഞ്ഞിക്കുഴി, വാഴത്തോപ്പ് പഞ്ചായത്തുകളിലെയും ആശാപ്രവർത്തകർ, NSS വോളണ്ടിയർമാർ എന്നിവർ റാലിയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. അല്ലസർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് ജോസഫ് ക്ലാസ് നയിച്ചു. അറക്കുളം പഞ്ചായത്ത് മെമ്പർ PA വേലിക്കുട്ടൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് KN, DPM ഡോക്ടർ ഖൈസ് EK, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ പ്രിൻസ് K മറ്റം, അറക്കുളം PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിൻഡു ടോജൻ, മെഡിക്കൽ അസിസ്റ്റന്റ് ഷിജു TK, ഇടുക്കി DMOയിലെ ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഷൈലാബായി, അറക്കുളം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പകുമാർ, മൂലമറ്റം സെന്റ് ജോസഫ് അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ്, കോളേജ് ബർസർ റവറൻ ഫാദർ ബോബിൻ കുമരേട്ട CMI, NHM കൺസൾട്ടന്റ് ജിജിൽ എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരവും നടത്തി. പരിപാടികൾക്ക് കോളേജ് മാനേജർ റവറൻ ഡോക്ടർ തോമസ് പുതുശ്ശേരി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോർജ്, മുട്ടം CHCയിലെ ഹെൽത്ത് സൂപ്പർവൈസർ KK അജി, പീറ്റർ എബ്രഹാം, ഡോക്ടർ KV ജോബി, അഖില മരിയ റീഗൽ എന്നിവർ നേതൃത്വം നൽകി. മത്സര ജേതാക്കൾക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിനി സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, അറക്കുളം. 5 വർഷം മുൻപ് പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന് ഗതാഗതം നിലച്ച ഇലപ്പള്ളി പാത്തിക്കപ്പാറ അനൂര് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വാർഡ് മെമ്പർ PD സുമോന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെ ഫണ്ട് കളക്ഷൻ ആരംഭിച്ചു. അനൂര് CSI പള്ളി ഉപദേശി ഐസക് ആദ്യ ഗഡു ഫണ്ട് വാർഡ് മെമ്പർ PD സുമോനെ ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. 5 വർഷം മുൻപ് പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന് ഗതാഗതം നിലച്ചുപോയ ഇലപ്പള്ളി പാത്തിക്കപ്പാറ അനൂര് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് കളക്ഷൻ ആരംഭിച്ചു. വാർഡ് മെമ്പർ PD സുമോന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് ഫണ്ട് ശേഖരണം നടത്തുന്നത്. ഫണ്ട് കളക്ഷന്റെ ഉദ്ഘാടനം അനൂര് CSI പള്ളി ഉപദേശി ഐസക് ആദ്യ ഗഡു ഫണ്ട് വാർഡ് മെമ്പർ PD സുമോനെ ഏൽപ്പിച്ചുകൊണ്ട് നിർവഹിച്ചു. റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പ്രദേശവാസികളായ സണ്ണി വളയങ്ങനാൽ,
സന്തോഷ് പാലൂർ, CM ജോൺസൺ ചോറ്റുപാറയിൽ എന്നിവരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. JCB ഉപയോഗിച്ച് കല്ലും മണ്ണും നീക്കി നാട്ടുകാരുടെ സഹകരണത്തോടെ വാഹനം കടത്തിക്കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കോളപ്ര പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കോൺക്രീറ്റിൽ വിള്ളൽ. 5 ടണ്ണിൽ അധിക ഭാരമുള്ള വാഹനങ്ങൾ പ്രവേശിക്കരുത് എന്ന ഉത്തരവ് പാലിക്കാതെ പാറമടയിൽ നിന്നും കരിങ്കൽ ലോഡുകൾ ഇതിലെ പോകുന്നത് മൂലം പാലത്തിലെ കോൺക്രീറ്റ് വിള്ളൽ വീണ സ്ഥിതിയിലാണ്. അഞ്ചിരി, ആനക്കയം, തലയനാട് തുടങ്ങിയ സ്ഥലങ്ങളെ കോളപ്രയുമായി ബന്ധിപ്പിക്കുന്ന ഏക ഗതാഗത മാർഗമാണ് ഈ പാലം. മുൻപിവിടെ ഭാരവാഹനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ സ്ഥാപിച്ചിരുന്ന ക്രോസ് ബാർ ടിപ്പർ ഉപയോഗിച്ച് ഇടിച്ചു തകർത്താണ് ഇതിലെ സർവീസ് നടത്തുന്നത്. രണ്ടാമത് ഇവിടെ കമാനം സ്ഥാപിച്ചെങ്കിലും ഇതിലെ ടിപ്പറുകൾ യഥേഷ്ടം പോകും വിധമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇനിയും ഭാരവാഹനങ്ങൾ ഈ വഴി സർവീസ് നടത്തിയാൽ പാലം തകർന്ന് തരിപ്പണമാകും. ഈ സാഹചര്യത്തിൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ആലക്കോട് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനാചരണം തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. മേലുകാവുമറ്റം CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ 43ാം കൺവെൻഷൻ ഫെബ്രുവരി 1 മുതൽ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഹാത്മാഗാന്ധിയുടെ നാമധേയം വരെ ഭയപ്പെടുന്ന ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് കരിമണ്ണൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തൊഴിലുറപ്പ് സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ പൊതുജനാരോഗ്യ സദസ്സ് സംഘടിപ്പിച്ചു. സമ്മേളനം CITU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ കമ്മിറ്റി അറക്കുളത്ത് തൊഴിലുറപ്പ് സൈറ്റിൽ ഗാന്ധി ചിത്രമുയർത്തി പ്രതിഷേധിച്ചു. KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.